You are watching Reporter Evening Show. കേന്ദ്രത്തിനെതിരെ പല ആവർത്തിയിൽ വിമർശന അമ്പുകളെയ്ത് പ്രതിരോധം സൃഷ്ടിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചു. സാമ്പത്തിക ഞെരുക്കത്തിൽ കേന്ദ്രം സഹായം നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആഞ്ഞടിച്ചു. എന്നാൽ സഭയിൽ നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും മറുപടി നൽകി. സർക്കാരിനൊപ്പം കൈപിടിക്കാതെ മാറി നിന്ന് പ്രതിപക്ഷത്തെ ഞെട്ടിച്ച് ടി.എൻ. പ്രതാപന്റെ അടിയന്തര പ്രമേയ നോട്ടീസുണ്ടായി. ഒരുമിച്ച് നിന്ന് ബി.ജെ.പി. അവഗണനയെ നേരിടണമെന്ന സർക്കാർ തീരുമാനം വരുന്നു. പിന്നാലെ വി.ഡി. സതീശനെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും ചർച്ചയ്ക്കായി ക്ഷണിക്കുന്നു. എന്നാൽ പാഴ്ചെലവുകളും ധൂർത്തുമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ഇന്ന് യോഗത്തിൽ പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യം യു.ഡി.എഫിൽ ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്നാണ് പ്രതിപക്ഷം മറുപടി നൽകിയത്. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ സർക്കാരിന്റെ കൈ പിടിക്കുമോ പ്രതിപക്ഷം? ഈ വിഷയത്തിൽ അതിഥികളായി CPM-ൽ നിന്ന് KS അരുൺകുമാർ, മാധ്യമപ്രവർത്തകൻ N. ശ്രീകുമാർ, കോൺഗ്രസ് നിലപാട് കൂടി പറയും, BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവരാണ്. അതിഥികളിലേക്ക് പോകും മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി ആർ ശ്രീത്തുമുണ്ട്. ഉണ്ണിബാലകൃഷ്ണൻ, ആർ ശ്രീജിത്താണ് ഇന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പ്രതിപക്ഷത്തെ കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു കേന്ദ്രത്തിനെതിരായ സമരം സാധ്യമാകുമോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ശ്രീത്ത്, എന്തൊക്കെയായിരുന്നു ഇന്നത്തെ യോഗത്തിന്റെ വിശദാംശങ്ങൾ? ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ന് 3:30-നാണ് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും ഓൺലൈനായി കേന്ദ്ര അവഗണന സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വച്ച പ്രധാന ആവശ്യം കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് പ്രതിപക്ഷവും സർക്കാരിനൊപ്പം കൈകോർക്കണം എന്നതായിരുന്നു. കാരണം കേന്ദ്രം സാമ്പത്തികമായും ഭരണപരമായും സർക്കാരിനെ, സംസ്ഥാനത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് നാടിൻ്റെ ഒരു പൊതുപ്രശ്നമായി മാറിയിരിക്കുന്നു. നാടിൻ്റെ വികസന സാധ്യതകൾ അടക്കം ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പോരാടണം എന്ന അഭ്യർത്ഥനയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം കേന്ദ്ര അവഗണനയാണെന്ന അഭിപ്രായവും മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചു. എന്നാൽ ചർച്ചയ്ക്ക് സമരത്തിന് ഒരുമിച്ച് നിൽക്കണമെന്ന ആവശ്യത്തോട് പ്രതിപക്ഷം അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ല. ആ നീക്കത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് തന്ത്രപരമായ ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. യു.ഡി.എഫിൽ ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കാമെന്ന മറുപടിയാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും നൽകിയത്. എന്നാൽ കേന്ദ്ര അവഗണനയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ ഖണ്ഡിക്കുകയും ചെയ്തു വി.ഡി. സതീശൻ. സർക്കാരിൻ്റെ ധൂർത്ത്, പാഴ്ചെലവ്, നികുതി പിരിവിലെ അനാസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധിക്ക് യഥാർത്ഥ കാരണം. സ്വർണം, മദ്യം പോലുള്ള മേഖലകളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള നികുതി പിരിച്ചെടുക്കാൻ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. എന്നാൽ കേന്ദ്ര അവഗണനയുണ്ട്, കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പോരായ്മകളുണ്ട് എന്ന വസ്തുത അംഗീകരിക്കുന്നതായും വി.ഡി. സതീശൻ യോഗത്തിൽ പറഞ്ഞു. എന്തായാലും യു.ഡി.എഫ് യോഗത്തിലെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും സമരത്തിൽ ഒപ്പം കൈകോർക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യു.ഡി.എഫ് നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത്. നന്ദി ശ്രീജിത്ത്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. ശ്രീ N. ശ്രീകുമാർ, നോക്കൂ, നവകേരള സദസ്സ് സർക്കാർ സംഘടിപ്പിച്ചത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രചാരണ പരിപാടി എന്ന നിലയ്ക്കായിരുന്നു. ആ നവകേരള സദസ്സിലേക്ക് പ്രതിപക്ഷത്തെ സർക്കാർ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷം അതിനോട് സഹകരിക്കാൻ തയ്യാറായില്ല. ഇന്നിപ്പോൾ നോക്കൂ, നവകേരള സദസ്സ് പ്രധാനമായും ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ് അവസാനിച്ചത് എന്ന് മാത്രമല്ല, ഇന്ന് ഈ യോഗം നടക്കുമ്പോൾ ആലപ്പുഴയിൽ വലിയ സംഘർഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായിട്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇന്ന് ആ യോഗം നടന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ യോഗത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും വി.ഡി. സതീശൻ പറഞ്ഞത് അതിലൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്, സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിൻ്റെ പ്രശ്നവുമുണ്ട്, മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനം പറയും എന്നാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യം എന്ന നിലയ്ക്ക് യു.ഡി.എഫിന് ഈ പ്രശ്നത്തെ അംഗീകരിച്ചുകൊണ്ട് ഭരണപക്ഷവുമായി സഹകരിക്കാതിരിക്കാൻ കഴിയുമോ? അവരിതിനോടൊരു പോസിറ്റീവായ നിലപാടെടുക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എപ്പോഴും ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. കാരണം പ്രതിപക്ഷമെന്ന് പറയുന്നത് ഒരു തരത്തിൽ ജനങ്ങളുടെ മുഖമാണ്. അപ്പോൾ ജനങ്ങളുടെ കാര്യമാണ് പ്രതിപക്ഷം പറയുന്നത്. അവരുടെ ദുഃഖങ്ങളും അവരനുഭവിക്കുന്ന വേദനകളും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രതിപക്ഷമാണ്. കാരണം പൊതുജനത്തിന് പ്രത്യേകിച്ചൊരു മുഖമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്രതിപക്ഷത്തിന് ആ കടമ നിർവഹിച്ചു പോരുന്നതിനിടെയാണ് പ്രതിപക്ഷത്തെ ഗവൺമെൻറ് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ വിശ്വാസത്തെടുക്കുകയോ ചെയ്യാതെ ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. എപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്,
നാടിനൊപ്പമല്ല പ്രതിപക്ഷം, അവർ ദേശത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്ന് തന്നെ ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഓൺലൈൻ ചർച്ചയ്ക്കിടയിലോ അല്ലെ അതിന് മുമ്പോ അതിന് പിമ്പോ ഇടതുമുന്നണി കൺവീനറാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ദ്രോഹ നടപടികളാണ് കൊണ്ടു നടക്കുന്നതെന്ന്. അപ്പോൾ LDF കൺവീനർ LDF മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൻ്റെ ആ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ ഒരു മോശമായ ഭാഷയിൽ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത്? ഇന്നെങ്കിലും അദ്ദേഹത്തിന് ആ വാചകം ഒഴിവാക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ പൊതുവായ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനൊപ്പം പ്രതിപക്ഷം നിൽക്കും. അത് നിയമസഭ പാസ്സാക്കിയ ചില നിയമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കേന്ദ്രവിരുദ്ധം എന്ന് പറയുന്നത് എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ കേരളം ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഒരു കേന്ദ്രവിരുദ്ധ സമരം പറയും. അതിൻ്റെ ഭാഗമായിരുന്നു EMSൻ്റെ ഭരണവും സമരവും എന്ന സിദ്ധാന്തം. അതിപ്പോഴവർ അവരത് കൊണ്ടു നടക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരു രക്ഷപ്പെടൽ തന്ത്രമാണ്. കാരണം ഞങ്ങളെ ദ്രോഹിക്കുന്ന കേന്ദ്രം ഞങ്ങൾക്ക് പണം നൽകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് സ്ഥിരമായിട്ട് അവർ പറയുന്നത്. അപ്പോഴാണ് പ്രതിപക്ഷം പറഞ്ഞത് എങ്കിലൊരു കാര്യം ചെയ്യൂ, ഇപ്പോഴത്തെ ധനസ്ഥിതിയുടെ അവസ്ഥ എന്താണ്? സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായോ എന്നുള്ള സത്യമാണ്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഈ സാമ്പത്തിക സ്ഥിതി മാറിയിട്ടുണ്ട്. അതായത് കർഷകരെ, തൊഴിലാളികളെ, ജീവനക്കാരെ, സാധാരണക്കാരെ, കുട്ടികളെ തുടങ്ങിയ എല്ലാ വിഭാഗക്കാരെയും, ഇതുപോലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ഈ പ്രതിസന്ധി ബാധിച്ചൊരു ഘട്ടം ഉണ്ടായിട്ടില്ല. നോക്കൂ, അവസാനം കലാകാരന്മാരെയും ബാധിച്ചു, കലാമണ്ഡലത്തിൽ ബാധിച്ചു, ജവഹർ ബാലഭവനിൽ ബാധിച്ചു, അങ്ങനെ നീണ്ടു പോവുകയാണ് ആ വിഷയം. അപ്പോഴാണ് പ്രതിപക്ഷം പറയുന്നത് ഒരു ധവളപത്രം ഇറക്കൂ, എന്താണ് നമ്മുടെ യഥാർത്ഥ സ്ഥിതി, എന്താണ്? പണമില്ലെന്ന് നിങ്ങൾ പറയുന്നു, പണം തരുന്നു എന്ന് കേന്ദ്രം പറയുന്നു, കണക്ക് കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു, കണക്ക് കൊടുത്തില്ലെന്ന് കേന്ദ്രം പറയുന്നു. അപ്പോൾ കണക്ക് കൊടുക്കാത്തൊരവസ്ഥയെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞപ്പോഴാണ് GSTയുടെ കുടിശ്ശികയെക്കുറിച്ച് RSPയുടെ UDFൻ്റെ പ്രതിനിധി പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ചോദ്യം ഉന്നയിച്ചത്. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് വക്താക്കൾ പറഞ്ഞത് അദ്ദേഹം കേരളത്തെ പരിഹസിക്കാൻ നിന്നുകൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര ധനമന്ത്രി അപ്പോൾ പറഞ്ഞത് കണക്ക് തന്നാൽ കുടിശ്ശിക കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവർ കണക്ക് കൊടുത്തു, കുടിശ്ശിക കിട്ടി. അവിടെ UDF പറഞ്ഞത് ശരിയായി. പിന്നെ പറഞ്ഞത് TN പ്രതാപൻ്റെ ഒരു കാര്യമാണ്. പ്രതാപൻ ഒരു നോട്ടീസ് കൊടുത്തു, ഇങ്ങനത്തെ കേന്ദ്രം എന്തിനാ ദ്രോഹിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടർ എന്താ പറയുന്നത്, ബോധമുദിച്ചു. അപ്പോൾ CPM പറഞ്ഞു അത് തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണ്, അവിടെയും പരിഹാസമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവുകളുടെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്, പ്രതാപൻ ഉന്നയിച്ച ഞങ്ങളുടെ അറിവോടെയാണ്. എന്നാലും സമ്മതിക്കല്ലേ, പ്രതാപൻ നിങ്ങൾക്കെതിരെ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല, പ്രതാപൻ സ്വന്തമായ നിലയ്ക്ക് പോയി. ഇങ്ങനെ എല്ലാ രീതിയിലും പ്രതിപക്ഷത്തെ പരിഹസിക്കുക എന്നൊരവസ്ഥയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോഴാണ് ഒരു ചർച്ചയ്ക്കായിട്ട് ഇപ്പോൾ വിളിച്ചത്. ആ ചർച്ചയ്ക്ക് വിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമെന്ന് സതീശൻ പറയാൻ എനിക്ക് തോന്നുന്നത് നിയമസഭാ സമ്മേളനം വരികയാണ്. അപ്പോൾ നിയമസഭാ സമ്മേളനം വരുമ്പോൾ മുഖ്യമന്ത്രി പറയും, ഞങ്ങൾ പ്രതിപക്ഷത്തെ വിളിച്ചു, അവരെ ചർച്ച ചെയ്തിട്ടും സഹകരിച്ചില്ല എന്നാണ്. ഇതിൽ നോക്കൂ, പ്രതിപക്ഷം ഒരുപാട് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ടാവും. ധൂർത്തിനെ കുറിച്ചും ധനസ്ഥിതിയെക്കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. ശ്രീകുമാർ, അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശ്രീകുമാർ മറ്റ് അതിഥികളിലേക്കും പോകേണ്ടത് കൊണ്ടാണ് ഇടപെടുന്നത്. ചുരുക്കത്തിൽ പ്രതിപക്ഷം ഒന്നിച്ചൊരു സമരത്തിന് ഉണ്ടാകാനുള്ള കേന്ദ്രവിരുദ്ധ സമരത്തിന് സമരമല്ലല്ലോ ആവശ്യം. കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരു പ്രേമചന്ദ്രൻ മതിയായിരുന്നല്ലോ. അതുപോലെ 18 MP മതി. അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കട്ടെ. ആദ്യം MP യോഗം വിളിക്കട്ടെ, MP സംസാരിക്കട്ടെ. UDF ആയിട്ട് പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിച്ചതും ഉപനേതാവുമായിട്ട് സംസാരിച്ചതും നല്ല കാര്യമാണ്. അങ്ങനെ ഗവൺമെൻറ്റിന് പോസിറ്റീവായിട്ട് വരുന്നതും നല്ലതാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് LDF കൺവീനറുടെ പ്രസ്താവന വ്യക്തമാക്കിയില്ലേ? ഒരു ദിവസം ചർച്ചയ്ക്ക് വിളിക്കുക, ആ ദിവസം പ്രതിപക്ഷ നേതാവിനെ പ്രസ്താവനയാണോ പ്രശ്നം? ശ്രീ കെ എസ് പ്രസ്താവനയല്ല പ്രശ്നം. അവരുടെ ഒരു സെക്കൻഡ് ശ്രീ എൻ ശ്രീകുമാർ, ആ പ്രസ്താവന നടത്തിയത് LDF കൺവീനറാണ്. അതെ, LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവന എന്താണ്? വികസന പ്രവർത്തനം തകർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു, വിദേശ സഹായം ലഭ്യമാക്കാതെ അതിനായി പരിശ്രമിച്ചു, സാലറി ചലഞ്ചിനെ എതിർത്തു, ക്രൂര മനസ്സ്, നശീകരണ വാസന, ഇതൊക്കെ പറയുന്നത് ശ്രീ കെ എസ് അരുൺകുമാർ, EP ജയരാജനാണ്. അങ്ങനെ ഒരു പ്രസ്താവനയും ഇപ്പുറത്ത് മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ചയും രണ്ടും തമ്മിൽ മോരും മുതിരയും പോലെയാണല്ലോ എന്ന് എൻ ശ്രീകുമാർ ചോദിക്കുന്നു. എന്താണ് മറുപടി? ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളെയും നിശ്ചിതമായി വിമർശിക്കാനും എതിർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പക്ഷമല്ലല്ലോ. ശരിക്കും തെറ്റ് ചൂണ്ടിക്കാണിക്കാം, അഭിപ്രായം പറയാം, രാഷ്ട്രീയപരമായിട്ട് നേരിടാം. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം കുറച്ചു നാളായി വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിക്കുകയും അതുപോലെ കേരളത്തിന് വേണ്ടിയിട്ട് അർഹതപ്പെട്ട് നേടിയെടുക്കുന്ന കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള മൗനം തുടരുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ജലമെട്രോ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല, ലോകത്ത് തന്നെ ചുരുക്കം പ്രദേശങ്ങളിലേ ഉള്ളൂ ജലമെട്രോ. ആ ജലമെട്രോയുടെ ഉദ്ഘാടനം UDF ബഹിഷ്കരിച്ചിരുന്നു.
AI ക്യാമറയുടെ സ്ഥാപനം, അതും നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വന്ന് അത് പകർത്തിയെടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. പഠിക്കാനായിട്ട് പ്രതിനിധി സംഘം ഈ കേരളത്തിലേക്ക് വന്നു. അതിന്റെ ഉദ്ഘാടനത്തിൽ അവർ പങ്കെടുത്തില്ല. അതുപോലെ പല വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴും അതിന് നിശ്ചിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ കെ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന്, ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചിൽ നിന്ന് നിശ്ചിതമായിട്ടുള്ള വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്. ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, ഇത് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലേക്ക് വേണ്ടിയിട്ടാണ് ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിൽ ഇതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടോ? 2019 ഉള്ള ഒരു കാര്യത്തിന് 2024 വന്ന് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുക. അതിനുശേഷം എന്തൊക്കെയാണ് ഇതിലെ തെളിവെന്ന് ചോദിച്ചാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വരട്ടെ, അന്നേരം ഹാജരാക്കാമെന്ന് പറഞ്ഞാൽ കൈരേഖ പോലും പൊക്കി കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ റിട്ട് പെറ്റീഷൻ. മറുപടി പറയട്ടെ ശ്രീ അരുൺകുമാർ. പക്ഷേ ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ കേന്ദ്രം മാത്രമല്ല ഉത്തരവാദി, സംസ്ഥാന സർക്കാരിന് കൂടി ഉത്തരവാദിത്തമുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളുണ്ട് എന്നുള്ള വിമർശനം ഈ KP കണ്ണനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധർ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇത് പ്രതിപക്ഷത്തു നിന്ന് മാത്രം വരുന്ന വിമർശനമല്ല, അതിന് ഒരു വ്യക്തമായ മറുപടി സർക്കാർ നൽകിയിട്ടുണ്ടോ? ആ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ വിമർശനമാകാമെന്ന് പ്രതിപക്ഷം വിമർശിക്കട്ടെ എന്ന് പറയുമ്പോഴും കൃത്യമായ മറുപടി പല വിഷയങ്ങളുമില്ല, പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മാത്രമല്ല. ഇല്ല, തീർച്ചയായും വസ്തുതകൾ കൃത്യമായി പരിശോധിക്കണമല്ലോ. ഇപ്പോൾ ഏറ്റവും മികച്ച ആളോഹരി വരുമാനമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ 5 സംസ്ഥാനം ഈ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ എടുത്താൽ അതിലൊന്ന് കേരളമാണ്. GST നടപ്പാക്കിയതിനു ശേഷം GST നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 23,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം നികുതി പിരിച്ചെടുത്തത്. അതിലും നമ്മൾ പിറകോട്ടല്ല. അതുപോലെ തന്നെ തനത് വരുമാനം 26% നിന്ന് 67% തനത് വരുമാനം വർദ്ധിച്ചത്. കോവിഡ് കാലത്തെ നെഗറ്റീവ് വളർച്ചയിൽ നിന്ന് പടിപടിയായി ഏറ്റവും കൂടുതൽ നികുതി പിരിച്ചെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി ഈ കേരളം മാറിയിട്ടുണ്ട്. ഒരു ഫെഡറൽ രാജ്യത്ത് ഒരു ഫെഡറൽ സാമ്പത്തിക വ്യവസ്ഥ പരിശോധിച്ചാൽ നമുക്കറിയാം, 1 നികുതി പിരിവിലൂടെയാണ് സംസ്ഥാനങ്ങളുടെ വരുമാനം, 2 കേന്ദ്ര വിഹിതമാണ് വരുമാനത്തിന്റെ സ്രോതസ്. ഈ 2 കാര്യത്തിൽ നികുതി പിരിവിൽ കേരളം പുറകോട്ടല്ല. അങ്ങനെ പുറകോട്ടാണ് എന്നുള്ളൊരു ആക്ഷേപം കേന്ദ്ര ഗവൺമെന്റിനുമില്ല. പിന്നെ നമ്മൾ പുറകോട്ട് പോയത് എങ്ങനെയാണ്? അത് കേന്ദ്രത്തിന്റെ വരുമാനം, കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടുന്നതിലുള്ള കുറവ് തന്നെയാണ്. ഒന്ന്, GST നഷ്ടപരിഹാരം 5 വർഷത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, 6-7 വർഷത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളും ആവശ്യപ്പെട്ടിട്ടും GST കൗൺസിലിൽ കേന്ദ്ര ഗവൺമെന്റ് അതിന് അംഗീകാരം കൊടുത്തില്ല. റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വായ്പ എടുക്കാനുള്ള തോത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും 3% വീതം വായ്പ എടുക്കാം. കേന്ദ്രം അത് 6.8% വായ്പ എടുക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ 4-5% വായ്പ എടുക്കുമ്പോൾ നമുക്ക് മാത്രം വായ്പ എടുക്കാനുള്ള തോത് 2.5 വെട്ടിക്കുറച്ചു. അതിനൊരു എക്സ്പ്ലനേഷനും ഇല്ല. പിന്നെ നികുതി വിഹിതം നമുക്കുള്ളത് 3.82% വരെ 10ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് കുറഞ്ഞ് 1.92%. കേന്ദ്രത്തിന് 100 രൂപ കിട്ടുമ്പോൾ നമുക്ക് 3.82 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വെറും 1.92 രൂപ, പകുതി തുകയായിട്ട് കുറഞ്ഞു. കഴിഞ്ഞ തവണ കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ അടങ്കൽ തുക 1.32 ലക്ഷം കോടിയാണ്. അതിൽ നിന്ന് ഈ തവണത്തേക്ക് വരുമ്പോൾ 57,400 കോടി രൂപയുടെ കുറവ് വന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 40%-ഓളം ബഡ്ജറ്റ് അടങ്കൽ തുകയിൽ തന്നെ കുറവ് വന്നിരിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തികമായി ഞെരുക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇത് പ്രതിപക്ഷമായി ചർച്ച ചെയ്യാൻ കണക്കുകളാണ്. ഇതേ സംബന്ധിച്ച് ഭയങ്കരമായ ചർച്ചകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് വേണ്ട ധനവിഹിതം ലഭിക്കുന്നില്ല, അതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയുമ്പോൾ ജനങ്ങൾക്കത് ബോധ്യപ്പെടണം. അതായത് നോക്കൂ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, സംസ്ഥാനത്തെ കാരുണ്യ പദ്ധതികൾ തകരാറിലായിരിക്കുന്നു, അത് പ്രതിസന്ധിയിലായിരിക്കുന്നു, കർഷകർക്ക് നെല്ല് സംഭരിച്ചതിൻ്റെ പൈസ കൊടുക്കാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങളില്ല, അതിന് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, അതുപോലെ തന്നെ കുടുംബശ്രീ പദ്ധതികൾ പ്രതിസന്ധിയിലാകുന്നു, കുടുംബശ്രീ യൂണിറ്റുകൾ പ്രതിസന്ധിയിലാകുന്നു. ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ പറഞ്ഞ കണക്ക് കലാമണ്ഡലത്തിൽ ശമ്പളം കൊടുത്തിട്ട് 3 മാസമായി. കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലകളിലും ധനപ്രതിസന്ധി ഉണ്ടാകുകയാണ്. അതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരേയൊരു കാര്യമെന്ന് പറയുന്നത് കേന്ദ്രം നമ്മളെ സഹായിക്കുന്നില്ല എന്നതാണ്. നോക്കൂ, നമ്മൾ അത്രയേറെ ഡിപ്പെൻഡൻ്റായൊരു സംസ്ഥാനമാണോ? നമുക്ക് നമ്മുടേതായൊരു പദ്ധതിയില്ലേ? അതുകൊണ്ടാണ് പ്ലാൻ ബി എന്താണ് നിങ്ങളുടേതെന്നൊരു ചോദ്യം ഉയർത്തുന്നത്. അവിടെ സംസ്ഥാന സർക്കാരിന് മറുപടിയില്ലെന്ന് മാത്രമല്ല, ആവർത്തിച്ച് ഇതേ കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പ്രയാസമാണ്. ഇല്ല, പ്ലാൻ ബി മാത്രമല്ല, പ്ലാൻ സിയും പ്ലാൻ ഡിയും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട്. നമുക്കറിയാം, തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ടൂറിസം രംഗത്ത് നല്ല മുതൽ മുടക്ക് നടത്തുകയും ടൂറിസം രംഗത്തുള്ള വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യണം.
രണ്ട്, പുതുതായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും ആ സംരംഭങ്ങളിൽ നിന്ന് സ്വയമായി വരുമാനം ആർജിക്കുകയും ചെയ്യണം. ഈ കാര്യത്തിലെല്ലാം കേരളം വളരെയധികം മുന്നോട്ട് പോയി. ഇപ്പൊ ലോകത്ത് തന്നെ കണ്ടിരിക്കേണ്ട 50 പ്രദേശങ്ങളിൽ ഒന്നായി കേരളം മാറിയതും ഈ കോവിഡ് കാലത്തിന് ശേഷം ടൂറിസം രംഗത്ത് വലിയ കുതിപ്പുണ്ടായതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നത് കേരളത്തിലേക്കാണ്. ആ മേഖലയിൽ നല്ല വരുമാനം ഉണ്ടായിട്ടുണ്ട്. രണ്ട്, 1 വർഷം കൊണ്ട് 1 ലക്ഷം പുതിയ സംരംഭങ്ങൾ എന്ന് പ്രഖ്യാപിച്ചു. UDF ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എണ്ണി കാണിച്ചു തരാൻ പറഞ്ഞു. 1 വർഷം കൊണ്ട് 1,39,000 സംരംഭങ്ങൾ എണ്ണി കാണിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ പ്ലാൻ ബിയും പ്ലാൻ സിയും എല്ലാം കൃത്യമാണ് മുന്നോട്ട്. ശരി ഡോക്ടർ അരുൺകുമാർ, ഞാൻ വേഗം അഡ്വക്കേറ്റ് ജയസൂര്യനിലേക്ക് ഒന്ന് പൊയ്ക്കൊള്ളട്ടെ. നോക്കൂ ശ്രീ ജയസൂര്യൻ, ഇവിടെ ഇപ്പോ കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് കാരണം, അഥവാ കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ട് ഒറ്റ കാര്യമേ സംസ്ഥാന സർക്കാരിന് പറയാനുള്ളൂ. അത് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല, കേന്ദ്രത്തിൻ്റെ വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തെ ആ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നാണ് ഈ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് BJP ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ്, കേന്ദ്രം ഭരിക്കുന്നത് നിങ്ങളാണ്, കേരളത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയുമാണ് നിങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, ഒരു സീറ്റൊക്കെ വിജയിപ്പിച്ചെടുക്കണം നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് ഇതിനൊരു മറുപടി ഉണ്ടോ? എന്തിനാണ് നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ഞെക്കിപ്പിഴിയുന്നത്, പ്രതിസന്ധിയിലാക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുന്ന ആളിന് പോലും അറിയാം ഇത് കേന്ദ്രത്തിന്റെ പ്രശ്നമല്ല എന്ന്. കാരണം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് 10 വർഷം കേരളത്തിന് കൊടുത്ത തുകയുടെ 4.3 മടങ്ങ് കൂടുതൽ തുകയാണ് ഈ 9 വർഷം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലേക്ക് കൊടുത്തത്. 3.12 ലക്ഷം കോടി രൂപ കേരളത്തിന് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വാങ്ങിയെടുക്കാനോ വിനിയോഗിക്കാനോ പോലും സംസ്ഥാന സർക്കാർ ശ്രമം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം വാങ്ങാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറഞ്ഞ് 3000 കോടി ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ചെലവാക്കിയത് 1000 കോടി പോലുമില്ല. 900 കോടി രൂപയാണ് ചെലവാക്കിയത്. 2100 കോടി രൂപ എവിടെ പോയി എന്ന ചോദ്യത്തിന് മറുപടിയില്ല. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് 2860 കോടി രൂപ കേരളത്തിന് അനുവദിച്ചു. ഒരൊറ്റ പൈസ പോലും എടുത്തിട്ടില്ല. മുഴുവൻ പൈസയും ലാപ്സാക്കുകയാണ് ചെയ്തത്. FPOകൾ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് 400 FPOകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3650 കോടി രൂപ കേരളത്തിലേക്ക് കൊടുത്തു. കർഷകരിലേക്ക് എത്തിയില്ല. FPOകൾ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ആ മുഴുവൻ പൈസയും പോയി. വന്യജീവി ശല്യം ഉണ്ടാകരുത്, കർഷകരെ രക്ഷിക്കാൻ വേണ്ടി 600 കോടി രൂപ കേന്ദ്രം കൊടുത്തു. ഒരു പൈസ പോലും ആ കാര്യത്തിൽ ചെലവാക്കിയിട്ടില്ല. ആ പണം എവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമില്ല. ഈ തരത്തിൽ നിരുത്തരവാദപരമായി കേന്ദ്ര ഫണ്ട് തൂർത്തടിച്ചിട്ട് കണക്കെവിടെ എന്ന് ചോദിക്കുമ്പോൾ കണക്ക് പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരേ ഒരു അങ്ങനൊന്നും പറ്റില്ല. ശ്രീ ജയസൂര്യൻ, ഇതിപ്പോ എന്താണ് പറയുന്നത്? കാരണം വെച്ചാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞനുസരിച്ചാണ് ഒരു 10-20,000 കോടി രൂപ, ഞാനത് പറഞ്ഞോട്ടെ, ഒരു 10-20,000 കോടി രൂപ താങ്കൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ എനിക്ക് കൃത്യമായി കണക്ക് കൂട്ടാൻ കഴിഞ്ഞില്ല, വേഗത്തിൽ പറയുന്നതാണ്. ഒരു 10-20,000 കോടി രൂപ ട്രഷറി ഈ കേരളത്തിലേക്ക് വന്നു, എന്നിട്ട് ഒറ്റ പൈസ പോലും ചെലവാക്കിയില്ല. ഈ പൈസ ആവിയായിട്ട് പോയി എന്നൊന്നും ഒരു സംസ്ഥാന സർക്കാരിന് പറയാൻ കഴിയില്ല. ദൂർത്തടിച്ചു എന്ന് പറയുമ്പോൾ എവിടെ ദൂർത്തടിച്ചെന്നേ? അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മതിയോ? ദൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 20,000 കോടി രൂപ അങ്ങ് ദൂർത്തടിച്ചോ? ആര്, എവിടെ, എങ്ങനെ, എപ്പോൾ ദൂർത്തടിച്ചു എന്ന് പറയുമ്പോൾ അത് വിശദമാക്കാനുള്ളൊരു ബാധ്യത നിങ്ങൾക്കില്ലേ? അതെ, ആ ബാധ്യത കേരളത്തിനുണ്ട്. അതാണ് ഇവിടെ CAG വന്ന് ചോദിച്ചത്. ഈ പണത്തിന്റെ കണക്കെന്താണ് കാണിക്കാത്തത്? അത് മാത്രമല്ല, കേരളത്തിൽ പിരിച്ചെടുക്കാനുള്ള തുക 28,250. ഇല്ല, അങ്ങനെ പറഞ്ഞു പോകരുത്. കേരളത്തിലെ പിരിച്ചെടുത്ത തുകയുടെ കണക്കിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം. താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഫണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഈ ഫണ്ടെല്ലാം വന്ന് നമ്മുടെ ട്രഷറിയിൽ കിടക്കുന്നു, അതിങ്ങനെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൂർത്തടിക്കണമെങ്കിൽ എങ്ങനെയാണ് ദൂർത്തടിക്കുന്നത്? എവിടെയാണ് ദൂർത്തടിക്കുന്നത്? ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാ പദ്ധതികളും പ്രതിസന്ധിയിലാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, കാരുണ്യ പദ്ധതി നിശ്ചലമായിരിക്കുന്നു, കുടുംബശ്രീ യൂണിറ്റുകൾ നിശ്ചലമായിരിക്കുന്നു, അങ്ങനെ ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. അടുത്ത മാസം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് സംസ്ഥാന സർക്കാർ. ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ നിൽക്കുന്നു, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇതിങ്ങനെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ദൂർത്താണ് അത്? ചൂണ്ടിക്കാണിക്കുന്നേ. അല്ല, അത് കൃത്യമായിട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3000 കോടി ഡിസാസ്റ്റർ ഫണ്ട് ഇവിടെ കിട്ടി. അതില് കണക്ക് തിരിച്ചു കൊടുത്തത് 900 കോടി രൂപ. 2100 കോടി എവിടെ എന്ന് ചോദിച്ചപ്പോൾ കേരളം കൈമലർത്തുകയല്ലേ ചെയ്തത്. അപ്പൊ പിന്നെ ആ പണം എവിടെ പോയി? കേരളമല്ലേ മറുപടി പറയേണ്ടത്? കേന്ദ്രമാണോ? പണം ഇങ്ങോട്ട് കൊടുത്തതല്ലേ.
അതുപോലെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് 2860 കോടി കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് പോലുമില്ല എന്ന് പറഞ്ഞാൽ അത് ലാപ്സ് ആക്കി കളയുകയാണ് ചെയ്തത്. ഞാൻ കൃത്യമായിട്ട് കണക്ക് വെച്ചാൽ പറയുന്നത്. അതുപോലെ 3650 കോടി FPOക്ക് ഇവിടെ കൊടുത്തതാണ്. ആ പണം കൊണ്ട് എത്ര FPO ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ലാത്തത് കേന്ദ്രത്തിന്റെ കുറ്റാണോ? മറുപടി പറയേണ്ടത്. ഈ സംസ്ഥാനങ്ങളിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം ഉന്നത നിലവാരത്തിൽ എത്തി എന്നുള്ളത് കൊണ്ട് കേരളത്തിനുള്ള പങ്ക് കുറയ്ക്കുന്നില്ലേ കേന്ദ്രം? അതിനെന്താണ് ന്യായീകരണം? അതിന്റെ ന്യായീകരണം ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഇന്ത്യയിലെ നമ്മുടെ പ്ലാനിംഗ് സംവിധാനം ഉണ്ടാക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ചാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതം നിശ്ചയിക്കുന്നതും വിഹിതം കൊടുക്കുന്നതും. ആ സമയത്ത് ചർച്ചയിൽ പോയി പങ്കെടുക്കുന്ന കേരളത്തിന്റെ പ്രതിനിധികൾക്ക് അതെല്ലാം അംഗീകരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാം. എന്നിട്ട് അകത്ത് കയറുമ്പോൾ യാതൊരു എതിരഭിപ്രായവുമില്ല. കേരളത്തിൽ വന്നിട്ട് കേന്ദ്രം ഒന്നും തരുന്നില്ലേ എന്ന് വിലപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സത്യമുണ്ടോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? ഇപ്പോൾ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന താഴെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കേ കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുന്നു കേരളം. അതുകൊണ്ടാണ് കിട്ടാത്തത്. അതിന് പ്രത്യേക കാരണം പറഞ്ഞത് നമ്മൾ അവിടെ പോയിട്ട് മിണ്ടിയില്ല എന്നുള്ളതാണ്. അത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ GST കൗൺസിൽ ആണെങ്കിലും ഉന്നതാധികാരമായിട്ടുള്ള ധനകമ്മീഷൻ ആയാലും കേരളത്തിന്റെ ഒരു പ്രതീതി പോയി എത്ര ശബ്ദത്തിൽ വാദിച്ചാലും എത്ര നന്നായി വാദിച്ചാലും 20ഓളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി, അതുപോലെ കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എടുക്കുന്ന നയപരമായിട്ടുള്ള തീരുമാനമല്ലേ നടപ്പാക്കപ്പെടുക? അതുപോലെ തന്നെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഈ കണക്കുകളെല്ലാം കേന്ദ്രത്തിന് കൊടുക്കുന്നത്. ആരാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ? അത് കേന്ദ്ര ഗവൺമെന്റ് വയ്ക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പൊ കണക്ക് തന്നില്ല, അതുകൊണ്ട് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കേന്ദ്രത്തിന്റെ വാദം. ആരാണ് കണക്ക് കൊടുക്കേണ്ടത്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലേ? ഈ കണക്കുകളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹത്തിനല്ലേ കൊടുക്കുന്നത്? അപ്പൊ കേന്ദ്രത്തിന്റെ നിശ്ചയിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ കേന്ദ്രത്തിന് കണക്ക് കൊടുക്കാത്തത് സംസ്ഥാനങ്ങളെ പഴി പറയുകയാണ്. ഞാൻ പറയട്ടെ, ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട് മേടിച്ചെടുക്കാൻ സമയത്ത് കണക്ക് കൊടുക്കാതെ ഇരിക്കുമോ? കാരണം ഇവിടെ പണം വേണമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ 67 ലക്ഷം പേർക്ക്, ഈ കേരളത്തിലെ ജനസംഖ്യയിൽ 6ൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് ഇത് സ്വപ്നം കാണാൻ കഴിയുമോ? ഈ 67 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടുന്നത് 7 ലക്ഷം പേർക്കാണ്. അതോ 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപ, 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ളവർക്ക് 200 രൂപ, അതുപോലെ വിധവകൾക്കും അഗതികൾക്കും അംഗവൈകല്യമുള്ളവർക്കും 300 രൂപ. അത്ര ചെറിയ തുക 7 ലക്ഷം പേർക്ക് കിട്ടുമ്പോഴും ബാക്കി തുകയോട് കൂടി ഇട്ട് 1600 രൂപ വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. ഈ പെൻഷനിൽ തന്നെ 2020 ജനുവരി മുതൽ 2023 ഒക്ടോബർ വരെ ഈ ചെറിയ തുക വരെ കുടിശ്ശിക വരുത്തി. നമ്മൾ നിരന്തരം സമരം ചെയ്ത് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടാണ് ആ കുടിശ്ശിക കഴിഞ്ഞ ഒക്ടോബറിൽ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഇവിടെ മാത്രമല്ല, നെല്ലായാലും ഉച്ചഭക്ഷണമായാലും അതുപോലെ കോളേജ് അധ്യാപകരുടെ ശമ്പളമായാലും കേന്ദ്രം തരേണ്ടത് സമയത്ത് തരാതെ വൈകിക്കുമ്പോൾ നമുക്ക് കടം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ വിതരണം ചെയ്യുന്നു, കൂടുതൽ കടമെടുക്കേണ്ടി വരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 3% അതിൽ കൂടുതൽ കടമെടുക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം കടമെടുക്കാനുള്ള ശതമാനം വരെ വെട്ടിക്കുറയ്ക്കുന്നത്? അതിന് പറഞ്ഞ ന്യായീകരണം എന്താ? കിഫ്ബി കടമെടുക്കുന്നുണ്ട്, അതുപോലെ പെൻഷൻ ഫണ്ട് ബോർഡ് കടമെടുക്കുന്നുണ്ട്. ഈ കിഫ്ബിയെ കൂട്ടി 19 സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിലുള്ള ഏജൻസി ഉണ്ട്, അവരെല്ലാം കടമെടുക്കുന്നുണ്ട്. ദേശീയപാത അതോറിറ്റി 12 ലക്ഷം കോടി രൂപയാണ് കടം. അത് കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ പെടുന്നില്ല. അപ്പൊ കേരളത്തെ മാത്രം അങ്ങ് ഞെക്കിപ്പീച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ, പല വിഹിതത്തിന്റെ പ്രളയകാലത്ത് ഹെലികോപ്റ്റർ വന്ന് ജനങ്ങളെ രക്ഷിച്ചതിന് പണം ചോദിച്ചവരാ ഇവര്. കൈ പിടിച്ചു വാങ്ങിച്ചതാണ്. അന്ന് അരിക്ക് കാശ് മേടിച്ചു, പിന്നെ റേഷൻ കടയിലേക്ക് അരി അയച്ചില്ല, കാരണം ആ പണം തരാൻ പറഞ്ഞു. അത്തരത്തിൽ ദുരന്ത കാലഘട്ടങ്ങളിൽ പോലും ഈ സംസ്ഥാനത്തെ ഒരു പരിഗണനയും തരാതെ, മാനുഷിക പരിഗണന പോലും തരാതെ ഈ സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചവര് ഇപ്പൊ അത്ര തന്നു, ഇത്ര കോടി തന്നു, അതിന് കണക്കില്ല എന്ന് പറയുന്നത് ഇതുവരെ BJPയുടെ ഒരു പ്രതിനിധിയോ നിർമ്മലാ സീതാരാമനോ ഈ കേരളത്തിൽ വന്ന് പറയാത്ത കാര്യമാണ് BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്നത്. രണ്ട് കൂട്ടരിൽ നിന്നും മാറി നിന്ന്, അല്ലെങ്കിൽ 3 കൂട്ടരിൽ നിന്നും മാറി നിന്നൊരു അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് ടു ഈവനിംഗ് ഷോ. നമുക്കൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇതുവരെ വന്ന പാർട്ടികളുടെ വിവിധ വീക്ഷണകോണുകളിലൂടെയുള്ള അഭിപ്രായങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇവിടെ കേന്ദ്രവിഹിതം കിട്ടുന്നതിലെ കുറവിനെ കുറിച്ച് പറയുന്നു, കണക്കിലെ പൊരുത്തക്കേടിനെ കുറിച്ച് മറുഭാഗവും പറയുന്നു. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം എന്നുള്ള ആവശ്യം അവിടെ നിൽക്കുകയാണ്. ഇതിന്റെ ഒരു രാഷ്ട്രീയ വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം കൃത്യമായി എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ ഈ പാർട്ടികൾ? സുജയ, ഞാൻ അതിലേക്ക് വരാം. ആദ്യം ഇന്ന് നടന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടി ദുബായിൽ നിന്നും
വിർച്വലായി പങ്കെടുത്ത ഈ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ പര്യവസാനം അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്തായിരിക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രതിപക്ഷം ബജറ്റ് നേരത്തെയാക്കാൻ, അതായത് അവർ ഉദ്ദേശിച്ചത് 2-ാം തീയതി ബജറ്റ് വരുമെന്നും അതിൻ്റെ ചർച്ച 5-6 തീയതികളിൽ നടക്കുമെന്നും അവരുടെ പ്രതിഷേധ സമരപരിപാടികളൊക്കെ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ 9 മുതൽ 25 വരെ. ആ ഒരു പ്രതീക്ഷ വെച്ച് അവർ അത് മുൻകൂട്ടി അത് ഒരു തവണ മാറ്റിവെച്ചതാണ്. അത് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ സർക്കാർ ഈ ബജറ്റ് 5-ാം തീയതിയും അതിന്മേലുള്ള ചർച്ച 12, 13, 14 തീയതികളിലും പിന്നീട് ബ്രേക്ക് എടുത്ത് 25-ന് ശേഷം ബജറ്റ് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ഈ പ്രതിപക്ഷ സമരത്തെ പൊളിക്കാനെന്ന രീതിയിൽ ആണ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം സർക്കാരുമായിട്ട് അങ്ങനെ ഒരു നിബന്ധനയിൽ മേൽ മിക്കവാറും കുരുങ്ങി സർക്കാർ ആ കാര്യത്തിൽ അയയുകയാണെങ്കിൽ പ്രതിപക്ഷം ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇതിനോട് സഹകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനൊരു ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരണോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? ഇപ്പോൾ ഈ പറയുന്നത് താങ്കൾ പറയുന്ന ഒരു വലിയ ഗൂഢാലോചനയാണ്. കാരണം വെച്ചാൽ അപ്പോൾ ഈ ബജറ്റ് സെഷൻ ഇങ്ങോട്ട് മാറ്റാമെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിൽ കുറച്ചൊക്കെ സഹകരിക്കാന്ന് പറഞ്ഞാലേ, ഈ സമരത്തിൽ സഹകരിക്കുക എന്ന് പറയുന്നത് ഒരു മുന്നണിയുടെ, ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടാണ്. അവിടെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിന് പ്രസക്തി ഉണ്ടോ? ഇത് ഗൂഢാലോചന സിദ്ധാന്തമല്ല, ഇതെൻ്റെ വിശകലനമാണ്, ഇതെൻ്റെ സ്വന്തം വിശകലനമാണ്. ഇത് നിങ്ങൾക്ക് അത് ഒരു ഗൂഢാലോചന സിദ്ധാന്തമായി തോന്നുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് എൻ്റെ വിശകലനമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം, 3 പാർട്ടികൾ ഇവിടെ 3 തരത്തിൽ അവരുടെ കൺസേണുകൾ, അവരുടെ ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട്. ഇതിൽ കേന്ദ്രത്തിൻ്റെ ഇവിടെ കേന്ദ്രം കേരളത്തെ ഞെക്കിപ്പിഴിയുകയാണ് എന്ന് പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. കാരണം ഇതിൽ ഇപ്പോൾ ഇവിടെ ശ്രീ ജയസൂര്യൻ പറഞ്ഞത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അവർ ഓരോ റൈഡറുകൾ വെച്ചാണ്, ഓരോ പദ്ധതികളനുസരിച്ചാണ് പൈസ കൊടുക്കുന്നത്. ആ പദ്ധതികൾക്കനുസരിച്ച് കേരളം അത് വിനിയോഗിച്ചില്ലെങ്കിൽ ആ ഫണ്ട് ലാപ്സായി പോകുന്നു. മുൻപ് ഈ ചരട് കോർത്തുള്ള ഫണ്ടുകൾ ഇത്രയധികം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കേന്ദ്ര സർക്കാരിന് മനസ്സിലായത്. ഇപ്പോൾ ഇവിടെ പെൻഷൻ പോലെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കേന്ദ്രം അതിൻ്റെ അകത്തൊരു വിഹിതം, ഇപ്പോൾ ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ പല കാര്യത്തിലും കേന്ദ്രത്തിൻ്റെ ഒരു വിഹിതവും കൂട്ടി കേരളം അത് വളരെ ഭംഗിയായിട്ട് അതിനെ കുറച്ചുകൂടി പൊലിപ്പിച്ച് അത് വലിയൊരു സംഖ്യയാക്കി. അതിപ്പോൾ ലൈഫ് മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പെൻഷനും കേരള സർക്കാർ കൊടുക്കുന്ന പെൻഷനും ഇവിടെ വലിയ സംഖ്യയൊക്കെ കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അപ്പോൾ ആ കേന്ദ്രത്തിൻ്റെ ഒരു വിഹിതം ഉണ്ട്. ആ ഇപ്പോൾ പെൻഷൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ കുറേ കാലമായിട്ട് കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടാനുണ്ട് എന്നുള്ള പറയുന്നതെല്ലാം സത്യമാണ്. അതിൻ്റെ അകത്തൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ഒരാളെന്ന നിലയ്ക്കും ഇതിനെക്കുറിച്ച് കുറേ ലേഖനങ്ങൾ എഴുതിയ ഒരാളെന്ന നിലയ്ക്കും എനിക്കിവിടെ പറയാനുള്ള ചില കാര്യങ്ങൾ, ഇത് എനിക്ക് വസ്തുതയോട് മാത്രം കടപ്പാടുള്ളൂ. വേറെ ഇവിടെ രാഷ്ട്രീയമായിട്ട് ആര് എന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ഇപ്പോൾ ഈ കേരള സർക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് നടത്തിയ ചില തീരുമാനങ്ങളുടെ ആകത്തുക ആണെന്ന് കൂടി പറയേണ്ടി വരും. ഇത് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ ഞാൻ പരസ്യമായിട്ട് ട്വിറ്ററിൽ വെല്ലുവിളിച്ചതാണ്. അദ്ദേഹത്തിന് എൻ്റെ ലേഖനത്തിന് എന്തെങ്കിലും ഒരു കൗണ്ടർ ഉണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാണ്. അദ്ദേഹം ഒന്നും ഇതുവരെ ഇല്ല, അല്ലെങ്കിൽ ഇതുവരെ അതിനൊന്നും ഒരു കൗണ്ടറും തന്നിട്ടില്ല. അതിലെ വസ്തുതകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് 2021 ജാനുവരിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ ശമ്പള പരിഷ്കരണം നടത്തി. അന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത് സർക്കാരിന് വേണമെങ്കിൽ മാറ്റിവെക്കാവുന്നതായിരുന്നു. ഇവിടെ ശ്രീ അരുൺകുമാർ പറയുന്നു കിഫ്ബിയുടെ കാര്യവും കേരള സോഷ്യൽ സർവീസ് ഫണ്ടിൻ്റെ കാര്യവും അത് ഓഫ് ബജറ്റായിട്ട് കേരള സർക്കാർ വിഭാവനം ചെയ്ത ഒരു കാര്യമാണ്. അത് മാധ്യമങ്ങളിൽ കൂടി അതിൻ്റെ പ്രൊപ്പഗാൻഡ നടത്താൻ വേണ്ടി ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ ചാനലുകൾക്കും കിഫ്ബി ഫണ്ട് അനുവദിച്ചതാണ്. എല്ലാ ചാനലുകളും അതിൻ്റെ പ്രോഗ്രാമുകൾ പല വിധത്തിൽ ചെയ്തതാണ്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? അന്ന് തോമസ് ഐസക് പറഞ്ഞത് ആ പൈസയെല്ലാം ഓഫ് ബജറ്റാണ്, ഇവിടെ അത് ബജറ്റിൽ അത് ബജറ്റിൽ ഭാഗമാകുന്നില്ല. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ ഒരു ഭാഗം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എന്നിട്ട് പോലും പക്ഷെ എന്താണ് സംഭവിച്ചത്? കേന്ദ്രം അതെല്ലാം ബജറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുകയും നമ്മുടെ കടമെടുപ്പ് കുറയ്ക്കുകയും ചെയ്തു. കടമെടുപ്പ് കുറയ്ക്കുന്നത് അതിന്റെ ഒരു കമ്പോണന്റ് മാത്രമാണ്. പല കാര്യങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. ഈ ഫിനാൻസ് കമ്മീഷന്റെ കാര്യം, 15ാം ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന്റെ ജനസംഖ്യ
വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, കേന്ദ്രത്തിനെതിരെ ഒരു സമരപാത തുറക്കണമെങ്കിൽ ആശയത്തിന്റെ കാര്യത്തിലെങ്കിലും ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുന്നുണ്ടോ? കേന്ദ്രം കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട് കോൺഗ്രസിന്, അതുപോലെ തന്നെ UDF-ന്. പക്ഷേ ഒന്നിച്ചൊരു സമരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്താൻ, അത് ഇപ്പോൾ ശ്രീ ആനന്ദ് കൊച്ചുകൂടി സൂചിപ്പിച്ചതുപോലെ ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ്, അങ്ങനെ പോലും നടത്താനുള്ള ഒരു സാധ്യത നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ടായാൽ അതിനുള്ള നിങ്ങളുടെ മറുപടി എന്താണ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ? അങ്ങനെ ഒരു സമരം നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇവിടെ BJP ഒരു വശത്തും ഇന്ത്യ മുന്നണി മറുവശത്തുമാണ് നിൽക്കുന്നത്. കേരളത്തിൽ മാത്രം പിന്നെ എന്തിനാണ് രണ്ടായിട്ട് നിൽക്കുന്നത്? അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ കോൺഗ്രസും CPM-ഉം യോജിച്ചു നിന്ന് ഒരു സമരം BJP-ക്കെതിരായിട്ട് നടത്തും. അതിലൊരു സംശയവുമില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുത്. നിങ്ങൾ രണ്ടാണെന്ന് പറയരുത്, നിങ്ങൾ ഒന്നാണല്ലോ. ശരി, ശ്രീ എൻ ശ്രീകുമാർ, പ്രതിപക്ഷം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരുവിലിറങ്ങുന്നില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും സമരത്തിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. പക്ഷേ ഒരു വിഷയത്തിലും തെരുവിലിറങ്ങാതിരിക്കുകയും നിങ്ങളുടെ പ്രവർത്തകർക്ക്, യൂത്ത് കോൺഗ്രസ് ആവട്ടെ KSU ആവട്ടെ, പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവർ തെരുവിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വലിയ സമരത്തിലേക്ക് കോൺഗ്രസ് നീങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് അല്ല, യൂത്ത് കോൺഗ്രസ് ആണ് നീങ്ങിയിരിക്കുന്നത്. അതൊരു വശത്ത് നിൽക്കുന്നു. ഇപ്പോൾ K-ഫോണുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി, ഹൈക്കോടതിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനം, ആ ഹർജിയും എടുത്ത് പോകേണ്ടി വന്നു. അപ്പോൾ അതിനോട് കെ അരുൺകുമാർ ഉന്നയിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി എന്താണ്, ശ്രീ എൻ ശ്രീകുമാർ? ശ്രീമതി സ്മൃതി, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ടത് അത് പ്രതിപക്ഷങ്ങളുടെ കടമയാണ്. അത് പ്രതിപക്ഷം ഓരോരോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണ് രാജ്ഭവനിന് മുമ്പിൽ നമ്മുടെ MP-മാർ ചില കാര്യങ്ങളിൽ സമരം നടത്തുന്നത്. പിന്നെ പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ അവിടെ ഉന്നയിച്ചാൽ കേരളത്തിന് വേണ്ടി പ്രത്യേക ഒരു സമരത്തിൻ്റെ ആവശ്യമില്ല. അതിനാണല്ലോ പ്രതിപക്ഷ സമരം എന്ന് വെച്ചാൽ കാര്യം നേടിയെടുക്കാനുള്ളതല്ലേ. ഇവിടെ ശ്രീ അരുൺകുമാർ പറഞ്ഞു, അത് തന്നെ ആദ്യം ഞാൻ പറയാം. ഹൈക്കോടതി ഇന്നത്തെ വിഷയം, ഇതൊരു അഴിമതിയെക്കുറിച്ച് ഒരു പൊതു ഹർജി പ്രതിപക്ഷ നേതാവ് കൊടുത്തത് പ്രതിപക്ഷ നേതാവാണെന്ന് ആലോചിക്കണം. കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തി. ആ നിരീക്ഷണങ്ങൾ എന്താണ്, അവസാനം കോടതി എന്താണ് പറഞ്ഞത്? ആ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പബ്ലിസിറ്റി ആണെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ സതീശൻ മറുപടിയും പറഞ്ഞു. അവസാനം കോടതി എന്താ പറഞ്ഞത്? മറ്റുള്ളവർ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം കൂടി അറിയട്ടെ. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ആ ഹർജി കിട്ടിയ പാടെ തള്ളിക്കളഞ്ഞില്ലല്ലോ, അതോടെ നിൽപ്പുണ്ട്, ആ ഹർജിയോടെ നിൽപ്പുണ്ട്, അതോടെ വെക്കട്ടെ. അത് അപ്പം അത് ഈ പ്രതിപക്ഷ നേതാവിനെതിരെ അല്ല അവിടെ അല്ല ഫയൽ സ്വീകരിക്കണമെങ്കിൽ നോട്ടീസ് എതിർ കക്ഷികളോടെ വിശദീകരണം ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള കേൾക്കണ്ടേ? അവർക്ക് പറയാനുള്ള കേൾക്കണം കോടതി പറഞ്ഞോ? നോട്ടീസ് അയച്ചിട്ടില്ല. അവർക്ക് പറയാനുള്ള കേൾക്കട്ടെ, അതോടെ നിൽക്കട്ടെ. അത് അല്ല വേണ്ടെന്നേ, പ്രതിപക്ഷ നിൽക്കട്ടെ, നോട്ടീസ് അയക്കോ അവിടെ നിൽക്കട്ടെ. എന്തായാലും ആ ഹർജി അവിടെ നിലനിൽക്കുന്നുണ്ട്, അത് തള്ളിക്കളഞ്ഞിട്ടില്ല, അത് അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ നമ്മൾ അതിൽ നിയമവശത്തിലേക്ക് പോയി തർക്കിച്ച് സമയം കളഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ 2 കാര്യം മാത്രം ഇവരുടെ കള്ളത്തരത്തിൻ്റെ കാര്യം പറയാം. പൊതുയോഗത്തിൽ പറയുന്നത് എന്താണ്? പെൻഷൻ എല്ലാം കൊടുക്കും, എത്ര കടമെടുത്തും കൊടുക്കും. കോടതിയിൽ എന്താ പറയുന്നത്? ധനസ്ഥിതിയിൽ മോശം. രണ്ടാമത്തെ കാര്യം, കോടതി ഒരു തവണ ഇവിടെ ചോദിച്ചു, ചെവിക്ക് പിടിച്ച പോലെയാണ് ചോദിച്ചു, എന്താണ്? ഹെഡ് മാസ്റ്റർമാർക്ക് ഉച്ചക്കഞ്ഞിക്ക് അവർ ചിലവാക്കിയ പണം കൊടുത്തില്ല. അപ്പോൾ ഹെഡ് മാസ്റ്റർമാർ ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു കേന്ദ്രം പണം തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു ആ ഉച്ചക്കഞ്ഞി പദ്ധതിയുടെ പേര് മുഖ്യമന്ത്രിയുടെ ഉച്ചക്കഞ്ഞി പദ്ധതി എന്നാക്കിയത് കേന്ദ്രത്തെ ഒഴിവാക്കാൻ പറഞ്ഞു. അടുത്ത വിചാരണ ഘട്ടം വന്നപ്പോഴേ സർക്കാർ പറഞ്ഞ എന്താ അറിയാമോ? ഹെഡ് മാസ്റ്റർമാർ കണക്ക് തന്നാൽ പണം കൊടുക്കാമെന്ന്. അപ്പോൾ ആ കള്ളത്തരം പൊളിഞ്ഞല്ലോ. ഇതാണ് കേന്ദ്ര വിരുദ്ധമായിട്ട് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത്. എന്ത് ശ്രീ എൻ ശ്രീകുമാർ, ഒറ്റ കാര്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പോയത് കൊണ്ട് പറയുകയാണ്. പ്രതിപക്ഷം ശ്രീ എൻ ശ്രീകുമാർ, ഇതിനു കൂടി ചേർത്തിട്ട് മറുപടി പറഞ്ഞോളൂ. അതായത് K-ഫോൺ പദ്ധതിയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് കൊടുത്ത പൊതുതാൽപര്യ ഹർജിയെക്കുറിച്ചാണല്ലോ താങ്കൾ ഈ പറയുന്നത്. അതിൽ ഹൈക്കോടതി ഇന്ന് ചെവിക്ക് പിടിച്ച് ചോദിച്ചത് ഇതിലെ പൊതുതാൽപര്യം എന്താണെന്നാണ്. 2019 തീരുമാനത്തെ 2024 ചോദ്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി കോടതി ഇന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു ചെവിക്ക് പിടിക്കലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇതുകൂടി ചേർത്ത് അങ്ങയുടെ മറുപടിയിലേക്ക് പോകാം. അല്ല സുജയ, ഇത് കോടതി ചോദിക്കും. കാരണം 2019 നടന്നതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന് വിവരം കിട്ടിയത് ഇപ്പോഴാണ്. CAG റിപ്പോർട്ടും കൂടെ കിട്ടണം, അത് ഹാജരാക്കും എന്നൊക്കെ പറഞ്ഞില്ലേ പ്രതിപക്ഷ നേതാവ്?
അതത്രേ ഉള്ളൂ, അവിടെ നിൽക്കട്ടെ. അതൊരു വലിയൊരു കാര്യമായിട്ട് കാണിച്ചാൽ അതൊരു തള്ളിക്കളയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പം നോക്കൂ, LDFന്റെ ഒരു ധനസ്ഥിതിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞു പണം കൊടുക്കുന്നുണ്ട്, മറ്റേ CPMന്റെ പ്രതിനിധി പറഞ്ഞു കിട്ടുന്നില്ല, ദ്രോഹിക്കുന്നു. എന്തായാലും കേന്ദ്ര കേരള ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രകാരമാണല്ലോ ഭരണം നടത്തുന്നത്. ഇവിടെ ഒരു ഗവർണറുണ്ട്, ഗവർണർ കേന്ദ്രത്തിൻ്റെ പ്രതിപക്ഷനാണ്, അദ്ദേഹവുമായിട്ട് ഈ ഗവൺമെൻറ് ഉടക്കാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭരണത്തലവനാണ് ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതി കേന്ദ്രത്തിൽ അറിയിക്കേണ്ടത്. അത് കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടോ നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ LDFോ അല്ലെ മുഖ്യമന്ത്രിയോ, പ്രതിപക്ഷം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, കേന്ദ്രം പറയുന്നതാണോ കേരളം പറയുന്നതാണോ ശരി? മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ധനസ്ഥിതി വ്യക്തമാക്കട്ടെ, അല്ലെ ധവളപത്രം ഇട്ട്. ഇത് ആർക്കും അറിയില്ല. ഇവിടെ BJP പറയുന്നത് കൊടുക്കുന്നുണ്ടെന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പക്ഷെ ഒരു മിനിറ്റ് വേഗം പൂർത്തിയാക്കൂ. ഒരു മിനിറ്റ്. അതായത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ പോയിട്ട് പ്രധാനമന്ത്രിയുമായിട്ട് ധനസ്ഥിതി ചർച്ച ചെയ്യും, അല്ലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്യും. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ ധനസ്ഥിതിയെക്കുറിച്ച് പറയുന്നതിൻ്റെ ധൂർത്തിനെക്കുറിച്ച് പ്രതിപക്ഷം പറയുമ്പോഴൊക്കെ ഇവർക്ക് വ്യക്തമായി ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. പകരം അരുൺകുമാർ ഇപ്പോൾ പറഞ്ഞു നോക്കൂ, ഒരുപാട് പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ സാധാരണക്കാരൻ്റെ റേഷൻ കടയിൽ റേഷനില്ല, സപ്ലൈകോയില്ല, അരിയും പഞ്ചസാര ഒരുമിച്ചൊരു സമരത്തിലേക്ക് സർക്കാരും പ്രതിപക്ഷവും നീങ്ങുക എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഒപ്പം തന്നെ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ആനന്ദ് കൊച്ചുകൂടി. റിപ്പോർട്ടർ ഈവനിംഗ് ഷോ ഇവിടെ പൂർത്തിയാവുകയാണ്. You are watching Reporter Evening Show.